വഴിയില്ലേ ഉള്ളൂ. അതെ, 400 meters, make a U-turn. അങ്ങനെ നമ്മൾ ഗോവയിലെ ബൈന എന്ന് പറഞ്ഞ ബീച്ച് കാണാനായിട്ട് വന്നതാണ്. ഇതാണ് ആ ബീച്ച്. അപ്പോൾ ആദ്യം അതിമോൾക്കും ആണെങ്കിൽ വെള്ളത്തിലിറങ്ങണമെന്നുണ്ട്. പക്ഷെ ഞങ്ങൾ പറഞ്ഞു വണ്ടിയിൽ തന്നെ നമ്മൾ ഇനി യാത്ര ചെയ്യേണ്ടതല്ലേ, മണ്ണെല്ലാകും, അതുകൊണ്ട് എപ്പോൾ ഇറങ്ങണ്ട എന്ന് പറഞ്ഞു. അതുകൊണ്ട് ആകെപ്പാടെ അതിമോൾ കലിപ്പിലാണ്. അങ്ങനെ നമ്മൾ ബീച്ചിൽ നിന്ന് തിരിച്ചു പോന്നു. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു പമ്പ് നോക്കണം, നമുക്ക് ഇന്ന് രാത്രി സ്റ്റേ ചെയ്യാനായിട്ടുള്ളത്. അപ്പം നമ്മളത് നോക്കി പോവാം. നമ്മൾ ആദ്യമായിട്ട് വണ്ടിയിൽ കിടന്നുറങ്ങാൻ പോവുക കേട്ടോ. അത് ഗോവയിലെ ഒരു പമ്പിൽ 24 hours ഉള്ള പമ്പാണ്. അപ്പോൾ അവിടെ ചോദിച്ചപ്പോൾ അവർ നമ്മളോട് പറഞ്ഞു ഒരു കുഴപ്പമില്ല, ഇവിടെ കിടന്നു എന്ന് പറഞ്ഞു. ബാത്റൂം ഇതാണ് നമ്മൾ വണ്ടിക്കകത്ത് കിടക്കാനായിട്ട് ബെഡ് ഇട്ടേക്കുന്നത് കേട്ടോ. അപ്പം അതുപോലെ കിടന്നു. ആദ്യം ഇതേ കിടക്കാനായിട്ട് തുടങ്ങുന്നു. രാവിലെ നമ്മളിപ്പോൾ 9 മണിയായപ്പോഴത്തേക്കും റെഡിയായി. എന്നിട്ട് നമ്മൾ മ്യൂസിയം കാണാൻ വേണ്ടിയിട്ട് പോകട്ടെ. ഇവിടെ ഒരു മ്യൂസിയം ഉണ്ടെന്ന് കണ്ടത്. അപ്പോൾ അവിടെ ചെന്ന് കാണാമെന്ന് കരുതി. ചെന്ന് നോക്കിയാലേ അറിയുള്ളൂ. എന്താ ഏവിയേഷൻ മ്യൂസിയം അങ്ങനെ കണ്ടല്ലേ. അപ്പം അത് കാണാൻ വേണ്ടിയിട്ട് പോവുക. പിന്നെ ആദ്യമൊക്കെ ഇവിടെ ഇങ്ങനെ റെഡി ആയിരിപ്പുണ്ട് കാണാൻ പോകാനായിട്ട്. അച്ഛൻ ഭയങ്കര ഗൗരവമാണ്. റെഡി ആവാൻ താമസിച്ചതിന്റെ ഗൗരവമാണോ? നമ്മള് സമയം രാവിലെ ആയതുകൊണ്ട് രാവിലെ കഴിച്ചിട്ട് പോകാമെന്ന് കരുതിയായിരുന്നേ. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് നമ്മളൊരു കട കണ്ടപ്പോൾ അവിടെ കഴിക്കാൻ കയറിയതാ. ഇഡലി വട കഴിക്കാനായിട്ട് കയറി. അതിക്കാണെങ്കിൽ വിശക്കുന്നുണ്ടായിരുന്നു ഇത്രയും സമയമായതുകൊണ്ട് അല്ലേ. നമ്മള് നേവൽ ഏവിയേഷൻ മ്യൂസിയത്തിന് അങ്ങോട്ട് എത്തി. നമ്മൾ ആദ്യം ചെന്നത് നേവൽ എയർബേസിന്റെ അവിടെയായിരുന്നു കേട്ടോ. അപ്പൊ അവിടെ സാറുമാരാ പറഞ്ഞത് ഇതല്ല, അതിന്റെ നേരെ ബാക്ക് സൈഡിലാണ്. ഇതാണ് നേവൽ ഏവിയേഷൻ മ്യൂസിയം. വണ്ടി ഇവിടെ ഇട്ടിട്ട് അങ്ങോട്ട്